സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്റെ പേര് ജസ്റ്റിൻ തോമസ്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന 199 ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിനകത്തെ ഇത് പാർട്ട് 4 ആണ്. നമ്മൾ 3 പാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് PDF എന്റെ ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും എന്റെ ലിങ്കിൽ നിങ്ങൾ നോക്കുക. താഴെ ഞാൻ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാം. നമ്മൾ എയർപോർട്ടിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ചെല്ലുമ്പോൾ നമ്മളോട് ചിലപ്പോൾ പാസ്പോർട്ട് അല്ലെങ്കിൽ ID കാർഡൊക്കെ ചോദിക്കാറുണ്ട്. എങ്ങനെ അവർ ചോദിക്കുന്നത്? മേ ഹാവ് യുവർ പാസ്പോർട്ട് പ്ലീസ്, അല്ലെങ്കിൽ ID കാർഡ് ആണെങ്കിലോ മേ ഹാവ് യുവർ ID കാർഡ് പ്ലീസ്, മേ ഹാവ് യുവർ ആധാർ കാർഡ് പ്ലീസ്. അപ്പോൾ നമ്മൾ പറയാം ഇതാ തീർച്ചയായിട്ടും കാണിക്കുക എന്നാ നമ്മൾ പറയത്തില്ലേ? യെസ് ഓഫ് കോഴ്സ്, ഹിയർ യു ആർ, ഹിയർ യു ആർ എന്നാണ് പറഞ്ഞത്. ഇന്നാന്ന് പറഞ്ഞാൽ ടേക്ക് ഇറ്റ് എന്നൊന്നല്ല പറഞ്ഞത്, ഹിയർ യു ആർ. നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. മേ ഹാവ് യുവർ പാസ്പോർട്ട് പ്ലീസ്, മേ ഹാവ് യുവർ ID കാർഡ് പ്ലീസ്. യെസ് ഓഫ് കോഴ്സ്, ഹിയർ യു ആർ. ഡു യു ഹാവ് എനിത്തിങ് ടു ഡിക്ലെയർ? സാധാരണ ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും ഒരു സന്ദർഭമാണ്. നമ്മൾ ചില രാജ്യങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ കറികൾ അല്ലെ അച്ചാർ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അവർ നമ്മൾ ചോദിക്കും എന്തെങ്കിലും നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് പറയാമല്ലോ നമ്മുടെ ലാപ്ടോപ്പ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ വിദേശത്തേക്ക് പോകണം. നമുക്ക് ചിലപ്പോൾ നമ്മളിൽ ഒരുപാട് ആഭരണമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴും തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് പോകണം എൻ്റെ ഇത്ര ആഭരണം ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ അതിൻ്റെ ടാക്സ് അടക്കേണ്ടി വരും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് അവർ ചോദിക്കുന്നത്? ഡു യു ഹാവ് എനിത്തിങ് ടു ഡിക്ലെയർ? ഡു യു ഹാവ് എനിത്തിങ് ടു ഡിക്ലെയർ? നമ്മൾ പറയാം നോ നത്തിങ്, ഒന്നുമില്ല. ഡു യു ഹാവ് എനിത്തിങ് ടു ഡിക്ലെയർ? നോ നത്തിങ്. ഡു യു ഹാവ് എനി ബാഗ്സ് ടു ചെക്ക്? ഓക്കെ, എന്തെങ്കിലും ബാഗ് ചെക്ക് ചെയ്യാനുണ്ടോ? യെസ്. ദസ് ദിസ് സൂട്ട് കേസ്. ഓക്കെ, ഈ സൂട്ട് കേസ് ചെക്ക് ചെയ്തിട്ടില്ല. ഡു യു ഹാവ് എനി ബാഗ്സ് ടു ചെക്ക്? യെസ്, ദസ് ദിസ് സൂട്ട് കേസ്. വുഡ് യു പ്രിഫർ ആൻ aisle സീറ്റ് ഓർ എ വിൻഡോ സീറ്റ്? ഇപ്പോൾ വിൻഡോ സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ജനലിനടുത്തുള്ള സീറ്റില്ലേ, നമ്മളിപ്പോൾ ബസ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും സൈഡ് സീറ്റ് എന്ന് പറയും അല്ലേ, അതിനാണ് വിൻഡോ സീറ്റ് എന്ന് പറയുന്നത്. സൈഡ് സീറ്റ് അല്ലാതെ അതിന് തൊട്ടിപ്പുറത്തുള്ള സീറ്റിന് പറഞ്ഞ പേരാണ് aisle സീറ്റ്. അയൽ, അസൈൽ എന്നൊന്നും അല്ല പറഞ്ഞ അയൽ, അയൽ സീറ്റ്, അയൽ പ്ലീസ്. ഓക്കെ, എനിക്ക് സൈഡിൽ ഇരിക്കണ്ട, ഞാൻ ഇപ്പുറത്തെ സീറ്റിൽ ഇരുന്നോളാം എന്നുള്ളതാണ് അയൽ. വുഡ് യു പ്രിഫർ ആൻ അയൽ സീറ്റ് ഓർ എ വിൻഡോ സീറ്റ്? അയൽ പ്ലേസ്. വാട്ട്സ് ദ പർപ്പസ് ഓഫ് യുവർ ട്രാവൽ? ഓക്കെ, നമ്മൾ ചോദിക്കാം നിങ്ങൾ എന്തിനാണ് ട്രാവൽ ചെയ്യുന്നത്? പല സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ ചോദിക്കാറുണ്ട്. അത് എയർപോർട്ടിലൊക്കെയാണ് സാധാരണ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാം ഐ എം ഹിയർ ഓൺ ബിസിനസ്. ഞാൻ ഒരു ബിസിനസ് ട്രിപ്പിന് വന്നതാണ്. ഐ എം ഓൺ വെക്കേഷൻ. ഞാൻ ചുമ്മാ ഇവിടെ ഒക്കെ കാണാൻ വേണ്ടി വന്നതാണ്. അതാണ് ഐ എം ഓൺ വെക്കേഷൻ. വാട്ട്സ് ദ പർപ്പസ് ഓഫ് യുവർ ട്രിപ്പ്? ഐ എം ഹിയർ ഓൺ ബിസിനസ്. ഐ എം ഓൺ വെക്കേഷൻ. Where are you going to be staying? നിങ്ങൾ എവിടെയാണ് താമസിക്കാൻ വേണ്ടി പോകുന്നത്? ഈ ചോദ്യം നമ്മളോട് സ്വല്പം സാധാരണ നമ്മളിപ്പോൾ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി വേറെ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കും നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. In the Taj Residency Hotel. Where are you going to be staying? In the Taj Residency Hotel. നമ്മൾ ഒരു കൂട്ടുകാരൻ്റെ കൂടെയാണ് താമസിക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെ പറയാൻ പറ്റും? ഐ എം ഗോയിങ് ടു ബി സ്റ്റേയിങ് വിത്ത് മൈ ഫ്രണ്ട്. ഹൗ ലോങ് ആർ യു സ്റ്റേയിങ് ഇൻ മുംബൈ? എത്ര സമയമാണ് നിങ്ങൾ ബോംബെയിൽ താമസിക്കാൻ വേണ്ടി പോകുന്നത്? About 2 weeks. How long are you staying in Mumbai? About 2 weeks. Can I help you find something? Okay, നമ്മൾ എന്താ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരും നമ്മളൊന്ന് ചോദിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ? എന്തെങ്കിലും തപ്പാനോ വല്ല സഹായം വേണോ? യെസ്, ഐ എം ലുക്കിംഗ് ഫോർ മൈ ബാഗ്. ഓക്കെ, ഞാൻ എൻ്റെ ബാഗ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്, സഹായം വേണം എന്നാണ് പറയുന്നത്. Can I help you find something? Yes, I am looking for my bag. Could you tell me where the meat or milk is? സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ചോദിക്കാൻ ഈ ഇറച്ചി എവിടെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ മിൽക്ക് പാൽ എവിടെയാണ് എന്ന് നമ്മൾ ചോദിക്കാം. അപ്പോൾ അവർ പറയാണ് പ്ലീസ് ഗോ ടു ദ ഫ്രോസൺ ഫുഡ് സെക്ഷൻ, യു വിൽ ഫൈൻഡ് ദ മീറ്റ് ദർ. നിങ്ങൾ ഫ്രോസൺ ഫുഡിന്റെ സെക്ഷനിലേക്ക് ചെല്ലുക. തണുപ്പിച്ച ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഉള്ള സെക്ഷൻ ഉണ്ടല്ലോ, അങ്ങോട്ടില്ല, അവിടെ നിങ്ങൾക്ക് ഇറച്ചി കാണാൻ വേണ്ടി പറ്റും. Could you tell me where the meat is? Please go to the frozen food section, you will find the meat there. Where can I find the noodles? Noodles എവിടെ കാണാൻ വേണ്ടി? നൂഡിൽസ് എവിടെയാണ് ഇരിക്കുന്നത്? നമ്മൾ they are in the aisle 9. They are in aisle 9. aisle 9 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരുപാട് സെക്ഷൻസ് കാണല്ലോ. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ 1, 2, 3, 4 എന്നൊക്കെ എഴുതിയിരിക്കുന്ന കാണാമല്ലോ, ഓരോ അലമാരകൾ. അതിനും aisle എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, സൈഡിന്റെ ഇപ്പുറത്തുള്ള സീറ്റിന് മാത്രമല്ല ഇങ്ങനെയുള്ള സെക്ഷനും aisle എന്ന് പറയാറുണ്ട്. Where can I find the noodles? They are in aisle 9. How much would you like? നമ്മൾ ചോദിക്കില്ല എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്, എത്ര കിലോ പഞ്ചസാര വേണം, അല്ലെങ്കിൽ എത്ര ഇറച്ചിയാണ് വേണ്ടതെന്ന് ചോദിക്കും. അവർ തൂക്കി തരും അല്ലേ. I would like half a kilo. എനിക്ക് 1/2 കിലോ മതി. I would like half a kilo. I would like 200 grams of meat please. എനിക്ക് 200 ഗ്രാം ഇറച്ചിയാണ് വേണ്ടത്. How much would you like? I would like half a kilo. I would like 200 grams of meat please. Can you offer me any discount? എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോ? I can't offer you any discount. അയ്യോ ഡിസ്കൗണ്ട് ഇല്ലല്ലോ. I'm sure I could offer you a discount. Okay, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരാം. Can you offer me any discount? I can't offer you any discount. I'm sure I could offer you a discount. Do you need any carry bag? നമ്മോട് സാധാരണ സൂപ്പർ മാർക്കറ്റ് ചോദിക്കാറില്ല ക്യാരി ബാഗ് വേണം നിങ്ങൾക്ക്? I can manage myself. Thank you. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. No, thank you എന്ന് പറഞ്ഞാലും മതി. Do you need any carry bag? I can manage myself. Thank you. Would you like a receipt? Receipt വേണോ? Yes, thanks. വേണം. That would be great. അതുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതായത് വേണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. Would you like a receipt? Yes, thanks. That would be great. What times are you open?
നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയം ഏതാണ്? നിങ്ങളുടെ ഈ ഷോപ്പ് വർക്ക് ചെയ്യുന്ന സമയം ഏതാണ്? വി ആർ ഓപ്പൺ ഫ്രം 8 AM to 9 PM 7 days a week. രാവിലെ 8 തൊട്ട് വൈകുന്നേരം 9 മണി വരെ ഉണ്ട്. എല്ലാ ദിവസവും ഓപ്പൺ ആണ്. What times are you open? We are open from 8 AM to 9 PM 7 days a week. What time do you open? We open at 9 AM. നിങ്ങൾ എത്ര മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? What time do you open? We open at 9 AM. What time do you close? എത്ര മണിക്കാണ് നിങ്ങൾ കട അടയ്ക്കുന്നത്? We close at 9 PM. ഞങ്ങൾ 9 മണിക്ക് കട അടയ്ക്കും. What time do you close? We close at 9 PM. Do you have a reservation? നിങ്ങൾ റിസർവേഷൻ എടുത്തായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. Yes, I do. No, I don't. നമ്മൾ സാധാരണ ഹോട്ടലിലൊക്കെ റൂം എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ. Do you have a reservation? Yes, I do. No, I don't. What kind of room do you like? നിങ്ങൾക്ക് എങ്ങനത്തെ റൂമാണ് വേണ്ടത്? അപ്പോൾ പറയാണ് I would like a single room please. സിംഗിൾ റൂം മതി. What kind of room do you like? I would like a single room please. ഇവിടെ I would എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ശ്രദ്ധിക്കുക. May I see your ID please? ID കാർഡ് ഒന്ന് കാണിക്കാവോ? Certainly, here it is. അല്ലെങ്കിൽ here you are എന്നാണെങ്കിൽ പറയാം. May I see your ID please? Certainly, here it is. Could I see the room? റൂം ഒന്ന് കാണാൻ വേണ്ടി പറ്റുമോ? Your room is on the second floor. രണ്ടാമത്തെ നിലയിലാണ് ഉള്ളത്. Your room number is 13. നിങ്ങളുടെ റൂം നമ്പർ 13 ആണ്. ഒരിക്കലും 13 എന്ന് പറഞ്ഞ റൂം നമ്പർ ഇല്ല എന്ന് നമ്മൾ പഠിച്ചാണ് അല്ലേ. നമ്മൾ ഹോട്ടലിലെ ഹോസ്പിറ്റലിലെ ഒന്നും 13 എന്ന് പറഞ്ഞ റൂമില്ല. സായിപ്പന്മാർക്ക് 13 എന്ന് പറഞ്ഞ നമ്പറിനെ പേടിയാണ്. അതിന് അവരുപയോഗിക്കുന്ന ഒരു വാക്ക് തന്നെയുണ്ട്. അതിന് പറയുന്നത് ട്രിസ്കൈഡെക്കോഫോബിയ എന്നാണ്. ഇതിനെപ്പറ്റി നമ്മൾ പാഠം 96 വിശദമായിട്ട് പഠിച്ചതാണ്. കാരണം എന്താണ് ഇതിന്റെ കാരണമെന്നും എന്തുകൊണ്ടാണ് അവർക്ക് 13നെ പേടിയെന്നും എന്തുകൊണ്ടാണ് നമ്മുടെ പോലും ഹോസ്പിറ്റലിലും ഹോട്ടലിലും 13 എന്ന് പറഞ്ഞ നമ്പറിലുള്ള റൂം ഇല്ലാത്തതെന്നും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നാണ്. തീർച്ചയായിട്ടും ആ പാഠം ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. Could I see the room? Your room is on the second floor. Your room number is 13. Do you have a credit card, sir? നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ? Yes, of course ഉണ്ട്. Do you have a credit card, sir? Of course. How long will you be staying? എത്ര നാളാണ് നിങ്ങൾ താമസിക്കുന്നത്? 2 weeks from this Monday. 2 ആഴ്ച. ഈ മൺഡേ തൊട്ട് 2 ആഴ്ചയാണ് ഞാൻ താമസിക്കുന്നത്. I'm here until end of this week. ഈ ആഴ്ച അവസാനം വരെ ഞാനുണ്ട്. How long will you be staying? 2 weeks from this Monday. I'm here until the end of this week. Do you have any rooms available for the 13th of May? 13 മെയ്യിൽ നിങ്ങൾക്ക് റൂം വല്ല അവൈലബിൾ ആണോ? നമ്മൾ ഫോൺ വിളിച്ചായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. I'm sorry, we don't have any rooms available. അയ്യോ സോറി കേട്ടോ, ഞങ്ങൾക്ക് ആ ദിവസം റൂം ഒന്നും അവൈലബിൾ അല്ല. Do you have any rooms available for the 13th of May? I'm sorry, we don't have any rooms available. How many places have you traveled to? നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്? Well, I have visited all the states throughout my country. Okay, എൻ്റെ രാജ്യത്തെ എല്ലാ സ്റ്റേറ്റിലും സംസ്ഥാനം ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. How many places have you traveled to? Well, ഇവിടെ ചുമ്മാ ഉപയോഗിക്കുന്ന ഒരു ഫില്ലർ എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് പറയുന്നത്. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, നമ്മളൊന്ന് ആലോചിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്യാം, അതെ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ മലയാളത്തിൽ, അതിന് ഭാരമായിട്ട് ഉപയോഗിക്കുന്നത്. Well, I have visited all the states throughout my country. Have you ever been abroad? നിങ്ങൾ വിദേശത്ത് പോയിട്ടുണ്ടോ? Have you ever been abroad? Yes, I have. ഞാൻ പോയിട്ടുണ്ട്. I went to Kuwait last year for a business trip. ഞാൻ കഴിഞ്ഞ വർഷം കുവൈറ്റിൽ പോയായിരുന്നു ഒരു ബിസിനസ് ട്രിപ്പിനായിട്ട്. Have you ever been abroad? Yes, I have. I went to Kuwait last year for a business trip. What do you usually do during your trip? നിങ്ങൾ സാധാരണ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ എന്താണ് നിങ്ങൾ സാധാരണ ചെയ്യുന്നത്? I often go sightseeing, take pictures and have nice food. ഞാൻ സാധാരണ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകും, ഫോട്ടോസൊക്കെ എടുക്കും, അവരുടെ നല്ല ഭക്ഷണമൊക്കെ കഴിക്കും. അതൊക്കെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. What do you usually do during your trip? I often go sightseeing, take pictures and have nice food. Do you prefer traveling by car, train or plane? നിങ്ങൾക്ക് ഏതാണ് താല്പര്യം? കാറിൽ പോകുന്നതാണോ, ട്രെയിനിൽ പോകുന്നതാണോ, പ്ലെയിനിൽ പോകുന്നതാണോ താല്പര്യം? അപ്പോൾ ഞാൻ പറയണം I prefer the plane although it is a little expensive. എനിക്ക് പ്ലെയിനിൽ പോകുന്നതാണ് താല്പര്യം, ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും എന്നാണ് അവിടെ ഓൾദോ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. Do you prefer traveling by car, train or plane? I prefer the plane although it is a little expensive. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് നാളെ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.